നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യാ സജീവ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ആവേശവിരുന്നായി ഓട്ടിസം കുട്ടികൾക്ക് ജേഴ്സിയും ഫുട്ബോളും. അമ്മാടം ന്യൂവേഴ്സ് ക്ലബ്ബാണ് ചേർപ്പ് BRCയിലെ ഓട്ടിസം കുട്ടികൾക്ക് ജേഴ്സിയും ഫുട്ബോളും സമ്മാനിച്ചത്. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സംരക്ഷണ മതിൽ തകർച്ചാ ഭീഷണിയിൽ. അപകടഭീതിയിലാണ് ഇതുവഴിയുള്ള കുട്ടികളുടെ സഞ്ചാരമെങ്കിലും അധികൃതർക്കുള്ളത് അവഗണന മാത്രം. കേച്ചേരിയിൽ ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. അവിണിശ്ശേരി ആനക്കല് അംബേദ്കർ നഗർ സ്വദേശി തെക്കുട്ടുവീട്ടിൽ നാരായണൻ മകൻ 35 വയസ്സുള്ള നിതിനാണ് മരിച്ചത്. അപകടത്തിൽ 6 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ആവേശവിരുന്നായി ഓട്ടിസം കുട്ടികൾക്ക് ജേഴ്സിയും ഫുട്ബോളും. അമ്മാടം ന്യൂവേഴ്സ് ക്ലബ്ബാണ് ചേർപ്പ് BRCയിലെ ഓട്ടിസം കുട്ടികൾക്ക് ജേഴ്സിയും ഫുട്ബോളും സമ്മാനിച്ചത്. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിന്റെ ഭാഗമായാണ് അമ്മാടം ന്യൂവേഴ്സ് ക്ലബ്ബ് അംഗങ്ങൾ ചേർപ്പ് BRCയിലെ ഓട്ടിസം കുട്ടികൾക്കായി ജേഴ്സിയും ഫുട്ബോളും സ്പോൺസർ ചെയ്തത്. ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കുട്ടികൾക്ക് ജേഴ്സി അണിയിച്ചു നൽകി. ചേർപ്പ് കോഓപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി CN ഗോവിന്ദൻകുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ടിവിയുടെ മുമ്പിൽ ഇരുന്നത് കാണുന്ന സമയത്ത് ഇവിടുത്തെ കുട്ടികൾക്ക്, നമ്മുടെ കുഞ്ഞു മക്കൾക്ക്, നമ്മുടെ പുണ്യം ലഭിക്കുന്ന ഈ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ഫുട്ബോൾ ജേഴ്സിയും ഫുട്ബോളും കൊടുക്കാൻ തയ്യാറായി വന്ന ന്യൂവേഴ്സ് ക്ലബിന് എത്ര അഭിനന്ദിച്ചാലും നന്ദി മതിയാവില്ല. അപ്പം അവരുടെ നന്മ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം പണം സമ്പാദിക്കലല്ല, കുന്നുകൂട്ടി വയ്ക്കലല്ല, വലിയ മാളികകളും ഇതൊന്നും പണിത് വലിയ കാറ് വാങ്ങി നടക്കുന്നൊന്നുമല്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം ഈ പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. സഹായിക്കുക, പരസ്പരം സഹായിക്കുക. നീ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും ഗംഭീരമായ കാര്യം. നമുക്ക് ഏറ്റവും അധികം ഗുണം പിടിക്കുന്ന കാര്യം അത് തന്നെയാണ്. BPC ഡോക്ടർ ഉമാദേവി, അജയ് ഘോഷ്, പ്രദീപ് വലിയങ്ങോട്ടിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ജേഴ്സി അണിഞ്ഞ കുട്ടികൾ ഫുട്ബോൾ കളിച്ചാണ് ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തെ വരവേറ്റത്. പ്രദേശത്തെ കായിക പ്രേമികളും ക്ലബ് അംഗങ്ങളും BRCയിലെ അധ്യാപകരും കുട്ടികൾക്കൊപ്പം ചടങ്ങിൽ പങ്കെടുത്തു. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സംരക്ഷണ മതിൽ തകർച്ചാ ഭീഷണിയിൽ. അപകടഭീതിയിലാണ് ഇതുവഴിയുള്ള കുട്ടികളുടെ സഞ്ചാരമെങ്കിലും അധികൃതർക്കുള്ളത് അവഗണന മാത്രം. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മതിൽ തകർച്ചാ ഭീഷണിയിലായിട്ടും ബന്ധപ്പെട്ട അധികൃതർ തുടരുന്ന മൌനം കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത്. സ്കൂളിന്റെ സംരക്ഷണ മതിൽ ഏത് നിമിഷവും നിലംപൊത്താവുന്ന സ്ഥിതിയിലാണ്. കാലവർഷം കൂടുതൽ ശക്തമാകുന്നതോടെ സംരക്ഷണ മതിൽ പൂർണ്ണമായും തകരാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം നാട്ടുകാരെയും ഇത് ആശങ്കയിലാഴ്ത്തുകയാണ്. മതിലിന്റെ പല ഭാഗങ്ങളിലും വലിയ വിള്ളലുകൾ രൂപപ്പെട്ട് അപകടകരമായ രീതിയിൽ റോഡിലേക്ക് ചരിഞ്ഞു തുടങ്ങിയ സ്ഥിതിയിലാണ്. പ്രസിദ്ധമായ തിരുവുള്ളക്കാവ് ക്ഷേത്രം, നിരവധി സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിലേക്ക് ദിനംപ്രതി നൂറുകണക്കിന് ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന പാതയോരത്താണ് തകർച്ചാവസ്ഥയിലുള്ള സ്കൂൾ മതിൽ നിലനിൽക്കുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ മതിലിനോട് ചേർന്ന നടപ്പാതയിലൂടെയാണ് കടന്നുപോകുന്നത്. സംരക്ഷണ മതിൽ തകർച്ചാവസ്ഥയിൽ നിലനിൽക്കെ ഈ ഭാഗത്ത് മുന്നറിയിപ്പുകളൊന്നും തന്നെ നൽകാൻ അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല. അധികൃതർ തുടരുന്ന നിസ്സംഗത ദുരന്തത്തിന് വഴിയൊരുക്കുമെന്ന ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത്. സ്കൂൾ മതിലിന്റെ തകർച്ചാ ഭീഷണി സൂചിപ്പിച്ച് കഴിഞ്ഞ 2 വർഷമായി ജില്ലാ പഞ്ചായത്തിനും വിദ്യാഭ്യാസ വകുപ്പിനും നിരന്തരം പരാതികൾ നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്നാണ് പറയുന്നത്. സ്കൂളിന്റെ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിലെ മതിലുകൾ മുൻപ് തകർന്നു വീണപ്പോൾ സർക്കാർ ഫണ്ടിനായി കാത്തുനിൽക്കാതെ PTA-യും നാട്ടുകാരും ചേർന്ന് പുനർനിർമ്മിച്ചിരുന്നു. ഇത്തരത്തിൽ അടിയന്തര നടപടിക്ക് ജനപ്രതിനിധികൾ തയ്യാറാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അതേസമയം സ്കൂൾ മതിലിന്റെ അപകടാവസ്ഥ ഗുരുതരമാണെന്നും ഇക്കാര്യം മേലധികാരികളെ അറിയിച്ചെന്നും PTA പ്രസിഡന്റ് MS അലക്സി പറഞ്ഞു. കേച്ചേരിയിൽ ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. അവിണിശ്ശേരി ആനക്കല് അംബേദ്കർ നഗർ സ്വദേശി തെക്കൂട്ടുവീട്ടിൽ നാരായണൻ മകൻ 35 വയസ്സുള്ള നിതിനാണ് മരിച്ചത്. അപകടത്തിൽ 6 പേർക്ക് പരിക്ക്.
അപകടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കേച്ചേരിയിൽ വെള്ളിയാഴ്ച രാവിലെ 7:30യോടെയാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട ലോറിയും എതിരെ വന്ന പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. വിറക് കയറ്റി പോവുകയായിരുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 2 വാഹനങ്ങളും പൂർണ്ണമായും തകർന്നു. അപകട വിവരം അറിഞ്ഞയുടൻ സ്ഥലത്തെത്തിയ കുന്നംകുളം ഫയർഫോഴ്സിനൊപ്പം നാട്ടുകാരും ചേർന്നായിരുന്നു രക്ഷാപ്രവർത്തനം. കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായെങ്കിലും വാഹനങ്ങൾ വെട്ടിപ്പൊളിച്ച് പരിക്കേറ്റവരെ പുറത്തെടുക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ഉടൻ തന്നെ തൃശൂർ, കുന്നംകുളം എന്നിവിടങ്ങളിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ ഉച്ചയോടെയാണ് നിതിൻ മരിച്ചത്. അവണിശ്ശേരി സ്വദേശികളായ മടത്തിൽ വീട്ടിൽ അജയൻ, പ്രദീപ്, വെങ്ങിണിശ്ശേരി സ്വദേശി അരുൺ, ചൊവ്വന്നൂർ സ്വദേശി ശ്യാം, കേച്ചേരി സ്വദേശി പ്രദീപ് എന്നിവർ പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നു. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. അപകടത്തെ തുടർന്ന് ഭാഗികമായി തടസ്സപ്പെട്ട തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ ഗതാഗതം പോലീസും ഫയർഫോഴ്സും ചേർന്ന് പുനഃസ്ഥാപിച്ചു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കരാട്ടെ പരിശീലനം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള വിവിധ ബെൽറ്റ് അവാർഡ് സമർപ്പണം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മളുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ വലിയൊരു ഊർജ്ജം പകരുന്ന ഒരു ആയോധന കലയാണ് കരാട്ടെ. ഇത് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണം. നമുക്ക് നമ്മുടെ മക്കൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരു പ്രതിരോധ ശേഷി കൂടി നമുക്കതിൽ നിന്ന് ലഭിക്കും. ഒപ്പം ഇത് പഠിക്കുന്നതോടെ നമുക്ക് ആത്മനിയന്ത്രണം, നമുക്ക് വിനയം, ബഹുമാനം, ഗുരുത്വം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ സാധിക്കും. നമുക്ക് ലഭിച്ചോ? നമുക്ക് കിട്ടിയോ? അപ്പോൾ നമ്മുടെ നിങ്ങൾക്ക് അതിൻ്റെ ബെൽറ്റ് വിതരണം നടക്കും. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ പുതിയ മക്കൾ ഇന്ന് പുതിയ ബാച്ചിലേക്ക് കടക്കുക. PTA പ്രസിഡന്റ് MS അലക്സി അധ്യക്ഷനായി. സ്കൂൾ പ്രധാന അധ്യാപിക K ജില്ലി ജോസ്, LP വിഭാഗം അധ്യാപിക ദീപ്തി അരവിന്ദാക്ഷൻ, പരിശീലകരായ ഷൈനാൻ, ധന്യ, അധ്യാപകർ, PTA, MBTA, SMC അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, പുതിയ അധ്യയന വർഷം കരാത്തെ പരിശീലനത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ലോകകപ്പ് ഫുട്ബോളിനെ ആവേശത്താൽ വരവേറ്റ് അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഇഷ്ട ടീമുകളുടെ ജേഴ്സികൾ ധരിച്ചെത്തിയ കുട്ടികളിൽ ആവേശം തീർത്ത് പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് കിക്ക് ഓഫ് ആയതോടെ അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും ആഹ്ലാദത്തിമിർപ്പിലാണ്. ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ തുടങ്ങി ഇഷ്ട ടീമുകളുടെ ജേഴ്സികൾ അണിഞ്ഞാണ് വിദ്യാർത്ഥികൾ സ്കൂളിൽ സംഘടിപ്പിച്ച ലോകകപ്പ് ഫുട്ബോൾ ആഘോഷത്തിൽ പങ്കാളികളായത്. ഫുട്ബോൾ മാമാകത്തെ വരവേറ്റൊരുക്കിയ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം കുട്ടികളിൽ ആവേശം വിതറിയ കാഴ്ചയായി. ഓരോ ക്ലാസുകളിലെയും ടീമുകളെ 6 വീതം കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം നടത്തിയത്. പ്രധാനാധ്യാപകൻ CM ജോഷി ലോകകപ്പ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. കായികാധ്യാപകൻ ഗിറ്റ്സൺ തോമസ്, CS ജോൺ, ജിൻഡോ വോഗീസ്, ജൂലിയറ്റ് നിലങ്കാവിൽ എന്നിവർ നേതൃത്വം നൽകി. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോകകപ്പ് തൂഫാൻ ലഹരി വിരുദ്ധ ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചു. ഇത്തവണത്തെ ലോകകപ്പോടെ വിരമിക്കുന്ന 3 സൂപ്പർ താരങ്ങളുടെ പേരിൽ സ്കൂളിൽ സ്നേഹമര തൈനടിയിലും നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ് ലോകകപ്പ് തൂഫാൻ ലഹരി വിരുദ്ധ ഷൂട്ടൌട്ട് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെയും മനസ്സും കണ്ണും കാതും ഒക്കെ ആരവം മുഴക്കിക്കൊണ്ട് ഇന്നലെ രാത്രി 12 മണിക്ക് മെക്സിക്കോയിൽ വേൾഡ് കപ്പിന് തുടക്കം കുറിച്ചപ്പോൾ ഇനിയുള്ള നാളുകൾ നമ്മളുടെ എല്ലാവരുടെയും ഉറക്കം നഷ്ടപ്പെട്ട നാളുകളാണ്. ഈ കിക്ക് ഓഫിനൂടെ തുടക്കം കുറിക്കുമ്പോൾ ലഹരിക്കെതിരെ വലിയൊരു ക്യാമ്പയിൻ കൂടി നമ്മളിന്നിവിടെ തുടക്കം കുറിക്കാൻ പോവുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, ആഭ്യന്തര വകുപ്പിൻ്റെ നേതൃത്വത്തിൽ തൂഫാൻ എന്ന പേരിൽ ഇന്ന് സമൂഹത്തിൽ ക്യാൻസർ പോലെ പടർന്നു പിടിക്കുന്ന ലഹരി മാഫിയക്കെതിരെ ആഭ്യന്തര വകുപ്പിന്റെ പോലീസിന്റെ നേതൃത്വത്തിൽ വലിയൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക് തീർച്ചയായും ഇത്തരം
കാര്യങ്ങളിൽ വളരെയേറെ നിങ്ങൾക്ക് ഈ ലഹരിക്കെതിരെ പോരാടാൻ നിങ്ങളുടേതായിട്ടുള്ള പങ്കുകൾ ഉണ്ട്. തീർച്ചയായും PTA പ്രസിഡന്റ് MS അലക്സി, ചെറുപ്പ് SI MS ഷാജു, അഡീഷണൽ SI K ജയചന്ദ്രൻ, പ്രിൻസിപ്പൽ പ്രീതി വോഗീസ്, പ്രധാനാധ്യാപിക ജില്ലി ജോസ് കെ, കായികാധ്യാപകൻ ഹിരൺ, കമ്മ്യൂണിറ്റി പോലീസ് ഉദ്യോഗസ്ഥ CM ഷംല എന്നിവർ ഷൂട്ടൌട്ട് മത്സരത്തിന് നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾ പങ്കാളികളായി. ഇത്തവണത്തെ ലോകകപ്പോടുകൂടി വിരമിക്കുന്ന 3 താരങ്ങൾക്കുമായി സ്കൂൾ അങ്കണത്തിൽ സ്നേഹമരത്തൈകളും നട്ടു. ബ്രസീലിന്റെ നെയ്മർ ജൂനിയർ, അർജന്റീനയുടെ ലയണൽ മെസ്സി, പോർച്ചുഗൽ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നീ സൂപ്പർ താരങ്ങളുടെ പേരിലാണ് സ്നേഹമരത്തൈകൾ നട്ടത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഗുണഭോക്താക്കൾക്കുള്ള ചെടിച്ചട്ടികൾ, പച്ചക്കറി തൈകൾ, വളം എന്നിവ വിതരണം ചെയ്തു. 19ാം വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ M സുജിത് കുമാർ വിതരണം നിർവഹിച്ചു. മുൻ മെമ്പർ ധന്യ സുനിൽ ചടങ്ങിൽ പങ്കെടുത്തു. 2025 വർഷത്തെ ഗുണഭോക്തൃ ലിസ്റ്റ് പ്രകാരം അന്നത്തെ മെമ്പറായിരുന്ന ധന്യ സുനിലിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഗുണഭോക്തൃ ലിസ്റ്റിൽപ്പെട്ട 10 പേർക്ക് ഇന്നിവിടെ ചെടിച്ചട്ടി വിതരണം നടക്കുകയാണ്. കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ ഓണക്കാലത്ത് എല്ലാ വീട്ടിലും പച്ചക്കറി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഏവർക്കും എല്ലാ ഭവനത്തിലേക്കും പച്ചക്കറി നൽകുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ ഇത്തരത്തിൽ വളരെ മികച്ച ചെടിച്ചട്ടികൾ എത്തിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഈ ചെടിച്ചട്ടികളുടെ കൂടെ തന്നെ 10 ചാക്ക് വളവും അതുപോലെ മുളക് തൈ, തക്കാളി തൈ, അങ്ങനെ നിരവധി തൈകൾ വിതരണം ചെയ്തുകൊണ്ട് കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ ചടങ്ങ് ഇന്നിവിടെ നടക്കുകയാണ്. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ഇത് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി പരിപാലിച്ച് നല്ല രീതിയിൽ കൃഷി ചെയ്ത് വിളവെടുക്കാൻ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. പാലക്കൽ ALP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഔഷധ സസ്യങ്ങൾ വിതരണം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കൽ യൂണിറ്റാണ് ഔഷധ സസ്യ വിതരണം ഒരുക്കിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കൽ യൂണിറ്റ് പ്രസിഡന്റ് ജോജി ജേക്കബ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ഷിജി ഔഷധ സസ്യങ്ങൾ ഏറ്റുവാങ്ങി. ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി KJ ടീസൺ, ട്രഷറർ ബെറ്റ്സ് എലുവത്തിങ്കൽ, എക്സിക്യൂട്ടീവ് അംഗം ഷീന ചന്ദ്രൻ, ജെയിൻ ജോസ്, അധ്യാപികമാരായ നൈസി, രാഗി, ഷിൻഡ, ഷെറി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് കൊടിയേറി. 13-ന് ശനിയാഴ്ചയാണ് തിരുനാൾ. വ്യാഴാഴ്ച രാവിലെ 6 മണിക്ക് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് പഴുവിൽ ഫൊറോന പള്ളി വികാരി ഫാദർ ജോബു അടക്കൻ മുഖ്യ കാർമ്മികനായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അദ്ദേഹം കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്മോൻ അറക്കൽ, ട്രസ്റ്റിമാരായ ജെയിംസ് തട്ടിൽ, ആൻഡോ ചാലിശ്ശേരി, സുനിൽ കുറ്റിക്കാടൻ, മാത്യു ഇരിമ്പൻ, ജനറൽ കൺവീനർ KR ആന്റണി എന്നിവർ നേതൃത്വം നൽകി. തിരുനാൾ ദിനമായ ശനിയാഴ്ച രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാന നടക്കും. രാവിലെ 10:30 ലതീഞ്ഞ നൊവേന, ആഘോഷമായ പാട്ടുകുർബാന, തുടർന്ന് പള്ളി ചുറ്റി തിരുനാൾ പ്രദക്ഷിണം, ബാൻഡുവാദ്യം എന്നിവ നടക്കും. തിരുനാളിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് 1:30 വരെ നേർച്ചകൂട്ട് വിതരണം ചെയ്യും. താന്യം ഗ്രാമപഞ്ചായത്തിൽ തെരുവ് വിളക്കുകൾ അണഞ്ഞുകിടക്കുന്നതിനാൽ റാന്തൽ വിളക്ക് തെളിയിച്ചുള്ള നിൽപ്പ് സമരവുമായി കോൺഗ്രസ് അംഗം. താന്യം ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗമായ മിനി ജോസ് ആണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തിയത്. താന്യം പഞ്ചായത്തിലെ 19 വാർഡുകളിലും തെരുവ് വിളക്കുകൾ തെളിയിക്കാത്തതാണ് പ്രതിഷേധത്തിന് കാരണമായത്. വാർഡ് മെമ്പറുടെ നിൽപ്പ് സമരം കോൺഗ്രസ് താന്യം മണ്ഡലം പ്രസിഡന്റ് ആൻഡോ തുറയൻ റാന്തൽ വിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കാലവർഷം ശക്തമായിരിക്കെ തെരുവ് വിളക്കുകൾ ഉപയോഗയോഗ്യമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ട്രഷറർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. MK ചന്ദ്രൻ, നിസാർ കുമ്മങ്കണ്ടത്ത്, പ്രമോദ് കണിമംഗലത്ത്, ബെന്നി തട്ടിൽ, KN വേണുഗോപാൽ, പോൾ പുലിക്കോട്ടിൽ, സക്കീന റസാഖ്, അലി സക്കീർ, സലീഷ് കരിപ്പാറ, സുനിൽ വള്ളിയിൽ, രേണുക റിജു എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ചൂണ്ടൽ വെട്ടുകാട് ആശാരിപ്പടിയിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. ഇന്ന് രാവിലെ 9 മണിയോടെ സ്വകാര്യ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. രാവിലെ കേച്ചേരിയിൽ മറ്റൊരു അപകടം നടന്നതിനെ തുടർന്ന് റോഡിൽ കനത്ത ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് വെട്ടുകാട് ആശാരിപ്പടി വഴി ചൂണ്ടലിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സും എതിർദിശയിൽ വരികയായിരുന്ന സ്വകാര്യ ബസ്സും തമ്മിൽ ആശാരിപ്പടിയിൽ വെച്ച് കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ 15ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ഉടൻ തന്നെ ചൂണ്ടലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ ആഘാതത്തിൽ ഇരു ബസ്സുകളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നു. വിവരമറിഞ്ഞ കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹം ഈ മാസം 15 മുതൽ 22 വരെ നടക്കും. ബ്രഹ്മശ്രീ ഹരിഗോവിന്ദൻ നമ്പൂതിരി മാളിക ഇല്ലം കോഴിക്കോടാണ് യജ്ഞാചാര്യൻ.
തലപ്പണ പരമേശ്വരൻ നമ്പൂതിരി, പുനലൂർ വിഷ്ണു എന്നിവർ സഹയജ്ഞാചാര്യന്മാരാകും. ദിവസവും രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹം നടക്കുക. കോടന്നൂർ ചാക്യാർ കടവ് സ്വദേശി ചേറ്റക്കുളം വീട്ടിൽ കൊച്ചുമോൻ മകൾ കമലാക്ഷി നിര്യാതയായി. 55 വയസ്സായിരുന്നു. സംസ്കാരം പാറമക്കാവ് ശാന്തി മഠത്തിൽ നടന്നു. വല്ലച്ചിറ ചാത്തുകുടം കുമാരനല്ലൂർ എഴുമാമഠത്തിൽ ശ്രീപാദം രാമചന്ദ്രൻ നമ്പ്യാർ നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് വീട്ടുവളപ്പിൽ നടന്നു. KM പത്മം ആണ് ഭാര്യ. ജയശ്രീ, രാജശ്രീ എന്നിവർ മക്കളും പരേതനായ നന്ദൻ, ജയൻ P നമ്പ്യാർ എന്നിവർ മരുമക്കളുമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,620 രൂപ, പവന് 1,80,960 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ആവേശവിരുന്നായി ഓട്ടിസം കുട്ടികൾക്ക് ജേഴ്സിയും ഫുട്ബോളും. അമ്മാടം ന്യൂവേഴ്സ് ക്ലബ്ബാണ് ചേർപ്പ് BRCയിലെ ഓട്ടിസം കുട്ടികൾക്ക് ജേഴ്സിയും ഫുട്ബോളും സമ്മാനിച്ചത്. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സംരക്ഷണ മതിൽ തകർച്ചാ ഭീഷണിയിൽ. അപകടഭീതിയിലാണ് ഇതുവഴിയുള്ള കുട്ടികളുടെ സഞ്ചാരമെങ്കിലും അധികൃതർക്കുള്ളത് അവഗണന മാത്രം. കേച്ചേരിയിൽ ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. അവിണിശ്ശേരി ആനക്കല്ല് അംബേദ്കർ നഗർ സ്വദേശി തെക്കുട്ടുവീട്ടിൽ നാരായണൻ മകൻ 35 വയസ്സുള്ള നിതിനാണ് മരിച്ചത്. അപകടത്തിൽ 6 പേർക്ക് പരിക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.